നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ നമ്മളുടെ പല നഴ്സറികളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടികൾ നല്ല ബുഷായിട്ട് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ വലിയ ചട്ടിയാണെങ്കിലും ഒരു ചെടി മാത്രമായിട്ട് നടും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്, ഒരു ചട്ടിയിൽ പല ചെടികൾ നടുക. പല ചെടികൾ എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് തന്നെ കുറേ തൈകൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടി ബുഷാക്കി മാറ്റാൻ പറ്റും. ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി, ഇത് 10 രൂപയുടെ ചെടിയാണ്. ഈ ഒരു ചെടി ഇങ്ങനെ ഒരു ചട്ടിയിൽ നിൽക്കുന്നതും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചെടി എപ്പോഴും നടുമ്പോൾ ഒരു ചട്ടിയിൽ, പ്രത്യേകിച്ചും ഇത്രയും ഒരു 8 ഇഞ്ച് വലുപ്പമുള്ള ഒരു ചട്ടിയിൽ ഒരെണ്ണമല്ല ഒരു 10-12 ചെടി നടുകയാണെങ്കിൽ ചെടി നല്ല ബുഷായിട്ട് നിൽക്കും. അതൊന്ന് കാണിച്ചു തരാം. നമ്മൾ 1:2:3 റേഷ്യോയിലുള്ള മണ്ണ് എടുത്തു. അതിനുശേഷം നമ്മൾ ചെടി തൈകൾ അതൊക്കെ എടുത്തിട്ട് നട്ടു തുടങ്ങാം. ഓരോ സൈഡിൽ നിന്ന് നട്ട് ഇപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു തൈയല്ല പല തൈകൾ നട്ടാലാണ് ബുഷായിട്ട് ചെടി നിൽക്കുള്ളൂ. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും ചെടികൾക്ക് ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് പലരും പറയുന്നൊരു പരിഭവം, ഞങ്ങളുടെ വീട്ടിലുള്ള ചെടി ഇതുപോലെ ബുഷാകുന്നില്ല എന്ന്. കാരണം മറ്റൊന്നുമല്ല, ഇതാണ് ഒരു കാരണം. നമ്മളൊരു ചെടിയല്ല കുറേ ചെടികൾ. ഇപ്പോൾ ഈ ചട്ടിയിൽ ഏകദേശം ഒരു 10ഓളം ചെടികൾ നട്ടു. ഇനി ഇത് ബുഷ ആക്കിയെടുക്കാൻ നമ്മൾ പ്രൂൺ ചെയ്താലും മതി, വീണ്ടും ബുഷാവും. ഗ്യാപ്പ് കംപ്ലീറ്റ് ഫില്ലാക്കുക. അപ്പോൾ ചട്ടി ഏകദേശം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മരത്തിൻ്റെ ചുവട്ടിലോ ഏതെങ്കിലും ഷെയ്ഡിൽ ഒരാഴ്ചത്തോളം വെച്ചതിന് ശേഷം വെയിലത്തേക്ക് മാറ്റാം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തരുന്നത്. ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചാണ് പുതിയ വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും.